ഹായ് ഡോക്ടർ ശരണ്യ വിജയ്. അപ്പോൾ ഇന്ന് പറയുന്നത് 40 വയസ്സുകൾക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്കിൻ കെയറുകളെ കുറിച്ചാണ്. പൊതുവേ 40സിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആവാറുണ്ട്. ചെറിയ ചെറിയ ലൈൻസ്, അതുപോലെ തന്നെ ചുളിവുകൾ വരാറുണ്ട്, കുറച്ച് പിഗ്മെന്റഡ് ആവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും അതുപോലെ തന്നെ നമുക്ക് 18-20 വയസ്സിൽ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ഗ്ലോ ഒക്കെ നിലനിർത്താനും യുവത്വം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഓയിലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും മസാജ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഏജിങ്ങിനെ തടയും. അപ്പം ഏതൊക്കെയാണ് ഓയിൽ എന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഓയിലാണ് കുങ്കുമാതി തൈലം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ളതുമാണ് നമ്മുടെ കുങ്കുമാതി തൈലം. ഇത് നമ്മുടെ ഫേസിൽ 3-4 തുള്ളി നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം 1.5 മണിക്കൂർ നമുക്ക് ഫേസിൽ വെക്കാം. ഇത് ചില ആളുകൾ ഓവർനൈറ്റ് ഒക്കെ വെക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു ഓയിലാണ് കുങ്കുമാതി തൈലം. അതിനുശേഷം നമുക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇത് നിത്യേന ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും അതുപോലെ തന്നെ കറുത്ത പാടുകൾ, പിഗ്മെന്റേഷൻ, കണ്ണിനടിയിൽ വരുന്ന കറുപ്പ്, ഇതിനൊക്കെ സ്പെഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഗുണമേറിയ ഒരു ഓയിലാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് നമ്മുടെ സ്കിന്നിന്റെ തിളക്കം നിലനിർത്താനും യുവത്വം നിലനിർത്താനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ലൈൻസുകൾ കുറയ്ക്കാനും ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നിത്യേന ഉപയോഗിക്കാം. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ. അടുത്തതാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇതിൽ വൈറ്റമിൻ ഇയും സിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ സിങ്ക് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഡാർക്ക് സ്പോട്ട് കറക്ഷന് വളരെ നല്ലതാണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഓയിൽ നമ്മുടെ ഫേസിൽ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം 1.5 മണിക്കൂർ കൊണ്ട് കഴുകിക്കളയാം. ഇനി അടുത്തതാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഓയിൽ കേട്ടിട്ടില്ല എന്ന്. അപ്പം ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഈ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുഖക്കുരുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. മുഖക്കുരുള്ള ആളുകൾക്ക് മുഖക്കുരു കുറയ്ക്കാനും അതുപോലെ തന്നെ മെയിനായിട്ട് ഏജിങ്ങിനെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇത് നമുക്ക് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയും ഇയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചുളിവുകൾ വരാതിരിക്കാനും ഫൈൻ ലൈൻസ് വരാതിരിക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ഈ ഗ്രേപ്പ് സീഡ് ഓയിലും അതുപോലെ തന്നെ വിർജിൻ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ഫേസിലും അതുപോലെ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിനെ തടയാനും ഒരുപാട് ഗുണങ്ങൾ ഏറിയ ഒന്നാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാൽപ്പാമ്പ്രാതി തൈലം. ഇത് എല്ലാ ആളുകളിലും ഉപയോഗിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഇത് അലർജി ഉണ്ടാക്കാറുണ്ട്. ചില ആളുകൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖക്കുരു ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് വേറെ അലർജിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫേസിൽ വരുന്ന സൺ ടേൺ അതുപോലെ തന്നെ ഹൈ പിഗ്മെന്റേഷൻസ് ഇതെല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.